കളർഫുള്ളാണല്ലോ സംഭവം. ഇത് ഒരു കൊറിയൻ ബ്ലോഗിൽ നിന്നും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഇനി ഈ വീഡിയോ കാണുമ്പോൾ ഓരോ പാത്രം കണ്ടിട്ട് ഈ പാത്രം എവിടെ നടത്താം ഈ പാത്രം എവിടെ നടത്താന്ന് ചോദിക്കാണ്ട് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ ഇതൊന്ന് തരുമെന്ന് പറഞ്ഞു ആളൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ പോലെയുള്ളവർക്കെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അല്ല എന്നെ ഒന്നുകൂടെ റെസിപ്പിയിലേക്ക് ട്രിഗർ ചെയ്താൽ നമുക്കും ഒരു കാര്യമായല്ലോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ ആക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1 കിലോ ഉരുളക്കിഴങ്ങും 1 കിലോ ചിക്കനുമാണ്. ഇത് ഞാനൊരു കൊറിയൻ ബ്ലോഗിൽ നിന്നും കണ്ടതാണ്. പക്ഷെ അവരതിൽ ചെമ്മീൻ റോ ആയിട്ട് ഇടുന്ന കാണിക്കുന്നത്. നമുക്ക് അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പം ബാക്കിയൊക്കെ ഏകദേശം സെയിമാണ്. അപ്പം നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ആക്കുന്ന പോലെ ഉരുളക്കിഴങ്ങും 1 കിലോ ചിക്കനും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ ഫസ്റ്റ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മളെ ചെറിയ ക്യാപ്സിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ടൈപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ബജിക്ക് യൂസ് ചെയ്യുന്ന ഒരു പച്ചമുളകില്ലേ അത് യൂസ് ചെയ്താലും മതി. അതെടുത്താലും റെഡിയാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾ ഒരു വലിയ ഉള്ളി, ഒരു ക്യാരറ്റ്, പിന്നെ മഷ്റൂം ഓപ്ഷണലാണ്. ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും, നല്ലതാണ് ഇടുന്നത്. പിന്നെ എരിവിനനുസരിച്ച് ഒരു 3-4 പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ ഇതാക്കിയെടുക്കണം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഈ പച്ചക്കറിയും പിന്നെ അതേപോലെ ചിക്കനും ഇതേപോലെ ആക്കിയിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടിയത് സ്പ്രിംഗ് ഓനിയനാണ്, അതും അത്യാവശ്യമാണ്. അതിട്ടാലും നല്ല ടേസ്റ്റാണ്. അത് ചെറുതാക്കി കട്ട് ചെയ്യുക. പിന്നെ പെപ്പർ, അതേപോലെ ബിരിയാണി മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷം നമ്മൾ ഈ മുളകിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം എഗ്ഗിലിട്ടിട്ട് ഒന്ന് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഇതേപോലെ ബ്രെഡ് ക്രംസും ഇതാക്കിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഓയിലിൽ പൊരിച്ചെടുക്കുക.